ഒരു തുള്ളി ഇന്ധനം പോലും പാഴാക്കരുതെന്ന കോർപ്പറേഷന്റെ നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി ബസ് സ്റ്റാർട്ട് ചെയ്ത് 20 മിനിറ്റോളം നിർത്തിയിടുകയും അന്വേഷിച്ചെത്തിയ CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത സംഭവത്തിൽ പാറശാല ഡിപ്പോയിലെ ബദൽ ഡ്രൈവറെ KSRTC പിരിച്ചുവിട്ടു. കൂടാതെ കണ്ടക്ടർ രഞ്ജിത്ത് രവി, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതലയുള്ള സന്തോഷ് കുമാർ എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. ഈ മാസം 9-നായിരുന്നു സംഭവം. തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ CMD ബിജു പ്രഭാകർ എത്തിയപ്പോഴാണ് നെയ്യാറ്റിൻകര കളിയിക്കാവള ബസ് ബേയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരുന്ന ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുന്നതെന്ന് ഡ്രൈവർ ബൈജു പരോക്ഷമായി മറുപടി പറഞ്ഞു. ഡീസൽ പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടയാത്തതിനാണ് കണ്ടക്ടർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തത്. നിലവിൽ വരുമാനത്തിന്റെ 50% കോർപ്പറേഷൻ ചിലവാക്കുന്നത് ഇന്ധനത്തിനായാണ്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB ചേരുന്നു. ജിബിൻ, ഏതായാലും KSRTCക്ക് ഒരു ചീത്തപ്പേരൊക്കെ അല്ലെങ്കിൽ തന്നെ ഉണ്ട്. KSRTC നഷ്ടത്തിലാണ്, പൂട്ടാറായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇന്ധനം നിറച്ച വകയിലുള്ള പൈസയും ഒരുപാട് കൊടുക്കാനുണ്ട്. ആ സാഹചര്യത്തിൽ സെൽഫ് എടുക്കില്ല എന്നൊരു കാരണമൊക്കെ പറഞ്ഞാൽ അതും ഇത്രയും സമയം സ്റ്റാർട്ടാക്കി ഇടുക എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കും യോജിക്കാൻ പറ്റുന്നില്ലല്ലേ? അത് തന്നെയാണ്. ഒരു വശത്ത് കൂടി വളർന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു വശത്തു കൂടി തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ KSRTC എന്ന് പറയുന്നത്. അതായത് ഒരു ശതമാനം ആളുകളൊക്കെ തന്നെ കൃത്യമായി KSRTCയിൽ ഡ്രൈവറായാലും കണ്ടക്ടറായിരുന്നാലും മറ്റ് ജീവനക്കാരൊക്കെ തന്നെ അവർ കൃത്യമായി പണിയെടുക്കുന്നുണ്ട്. ഓവർ ടൈം പോലും നിന്നുകൊണ്ട് പലവരുടെയും ശ്രമഫലമായാണ് KSRTC കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ്. ഒരു ദിവസം KSRTCയുടെ റെക്കോർഡ് വരുമാനമാണ് കഴിഞ്ഞ മാസത്തിൽ ഒരു ദിവസമൊക്കെ തന്നെ ഉണ്ടായത്. അതായത് ഒരു തരത്തിൽ വളരുമ്പോഴാണ് മറ്റൊരു സ്ഥലത്തും ഒരു കൂട്ടം ജീവനക്കാർ അതായത് അവർക്കൊന്നും ഇതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അതായത് KSRTC വളർത്തിക്കൊണ്ട് വരണമെന്നോ തങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിനുള്ള ഒരു ആത്മാർത്ഥത കാണിക്കണമെന്നോ ഉള്ള ചിന്തയില്ലാത്ത കുറച്ച് ജീവനക്കാരും കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KSRTC വളരുന്നതോടൊപ്പം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് KSRTC നമുക്ക് എല്ലാം അറിയാം, KSRTCക്ക് ഇന്ധനം അടയ്ക്കുന്നതിനുള്ള പണം പോലും കൊടുക്കാനില്ലാതെ പല ഘട്ടങ്ങളിലും അതിനുള്ള ഒരു ക്ഷാമം പോലും ഉണ്ടായിട്ടുണ്ട്. KSRTCയുടെ വരുമാനത്തിൻ്റെ 50% അവർ ഉപയോഗിക്കുന്നത് ഇന്ധനത്തിനായാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കുമൊക്കെ KSRTC കഴിഞ്ഞ കുറച്ച് നാളുകളെ കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇന്ധനം പാഴാക്കരുതെന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ തന്നെ ബസ് ടെർമിനലിൽ നമ്മുടെ CMD എത്തിയപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയെന്ന് വച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റോളമായി ഒരു KSRTC ബസ് ഡ്രൈവറോ കണ്ടക്ടറോ മറ്റ് യാത്രക്കാരോ ഇല്ലാതെ ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യം അറിയാൻ വേണ്ടി CMD തന്നെ ഡയറക്റ്റായി തിരക്കിയപ്പോഴാണ് ഈ ഒരു താൽക്കാലിക ഡ്രൈവർ അദ്ദേഹത്തോട്, അതായത് KSRTCയുടെ CMDയോട് തന്നെ തർക്കിച്ച് സംസാരിച്ചത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവറിനെ അപ്പോൾ തന്നെ പിരിച്ചുവിട്ടതും. തുടർന്ന് അതായത് ഈ ഒരു കാഴ്ച കണ്ടിട്ടും സ്ഥിരം ജീവനക്കാരായ കണ്ടക്ടർ ഇതിനെ തടസ്സപ്പെടുത്തുകയോ അയാൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഈ കണ്ടക്ടറിനെയും സസ്പെൻഡ് ചെയ്തത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഡ്രൈവർ പലപ്പോഴായി ഈ ഒരു വാഹനത്തിന് ഇത്തരത്തിൽ സെൽഫ് സ്റ്റാർട്ടിൻ്റെ പ്രശ്നമുണ്ടെന്ന് അധികാരികളെ അറിയിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇടപെടുകയോ ഇതിൻ്റെ ഈ ഒരു കംപ്ലയിൻറ്റ് മാറ്റുകയോ മറ്റ് സ്പെയർ പാർട്സൊക്കെ കൃത്യമായി എത്തിക്കാത്തതിനാണ് ഈ സ്റ്റേഷൻ്റെ എഞ്ചിനീയറിംഗ് ചുമതലയുള്ള ഇൻചാർജിനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് പലർക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് KSRTC എന്ന് പറയുന്നത്, നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ജനങ്ങളുടെ ഫണ്ടാൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ അതായത് നമ്മുടെ പൈസ കൊണ്ട് ആണ് ഇവർക്ക് ശമ്പളം കിട്ടുന്നത്. ആ ഒരു സേവനം പോലും നമുക്ക് ഉറപ്പാക്കാൻ കഴിയാതെ ഇവർ ഇത്തരത്തിൽ ഇതിനെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നവർക്കുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഈ ഒരു നടപടി എന്ന് പറയുന്നത്. ശരി ജിബിൻ, പക്ഷെ ഒരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് വളരെ തവണയായി, ഒരുപാട് തവണ ഈ ഡ്രൈവർ സെൽഫ് സ്റ്റാർട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് അധികൃതരെ അറിയിച്ചിരുന്നു. എന്നിട്ട് കൂടി അതിനൊരു പരിഹാരം കണ്ടില്ല എന്നതും ഒരു കാരണമാണ് എന്നെനിക്ക് തോന്നുന്നു. വല്ല ബൈക്കോ മറ്റോ ആയിരുന്നെങ്കിൽ നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യുകയോ അതൊക്കെ എളുപ്പമായിരുന്നു, കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ബസ്സിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു ഭാഗം കൂടിയുണ്ട്. എങ്കിലും ഇന്ധനം പാഴാക്കുന്നത് അത് KSRTC അല്ല, ആരായാലും ശരിയല്ല.